ബിജെപി നേതാക്കൾക്കെതിരെ ഹവാല ഇടപാട് വെളിപ്പെടുത്തലുമായി കാരവൻ മാഗസിൻ. ആദായ നികുതി വകുപ്പിന്റെ പക്കൽ ഉള്ള യെദ്യൂരപ്പ ഡയറി കാരവൻ മാഗസിൻ പുറത്തുവിട്ടു. 1800 കോടി രൂപയോളം വിവിധ നേതാക്കൾക്ക് കൈമാറിയതായി സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ കുറിച്ച ഡയറിയിലെ വിവരങ്ങളും പുറത്ത്. ബിജെപി കേന്ദ്ര നേതൃത്വം കൈപ്പറ്റിയത് 1000 കോടി. അതേസമയം ആരോപണം വ്യാജമെന്നും ഡയറി കുറിപ്പിലെ ഒപ്പ് തന്റേതല്ലെന്നും യെദ്യൂരപ്പ പ്രതികരിച്ചു. സന്തോഷ് സർലിംഗ് ചേരുന്നു വിശദാംശങ്ങളുമായി. സന്തോഷ്, എന്തൊക്കെയാണ് ഇതുവരെയുള്ള ഇതിന്റെ വിശദാംശങ്ങൾ? ആനന്ദ്, ബിജെപി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2009 കർണാടകയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. അന്ന് മുഖ്യമന്ത്രിയാകാൻ മുതിർന്ന നേതാവ് BS യെദ്യൂരപ്പ ബിജെപി കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കും നൽകിയത് 1800 കോടിയിലേറെ രൂപ. ഓരോരുത്തർക്കും നൽകിയ തുക യെദ്യൂരപ്പ തന്റെ സ്വന്തം ഡയറിയിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയിട്ടുണ്ട്. ഓരോ പേജിലും യെദ്യൂരപ്പ ഒപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്. 1000 കോടി രൂപ ബിജെപിയുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ നൽകി. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ ഗഡ്കരിക്ക് 150 കോടി രൂപ. അന്ന് ദേശീയ അധ്യക്ഷനായിരുന്നു നിതിൻ ഗഡ്കരി. ഇതിനു പുറമെ 10 കോടി രൂപ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിനായി നൽകി. അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി നൽകിയപ്പോൾ 100 കോടി രൂപ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനാണ് കൈമാറിയത്. LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്കും 50 കോടി വീതവും കൊടുത്തിട്ടുണ്ട്. ജഡ്ജിമാർക്ക് 250 കോടി, 50 കോടി അഭിഭാഷകർക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് ജഡ്ജിമാർ ആരൊക്കെയാണെന്നൊന്നും പറയുന്നില്ല. എന്തായാലും സ്വന്തം കൈപ്പടയിൽ യെദ്യൂരപ്പ എഴുതി ഈ ഡയറി കുറിപ്പ് ഇപ്പോൾ 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ കൈവശമുണ്ട്. പക്ഷെ എന്നിട്ടും ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മറുപടി പറയണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കള്ളന്മാരുടെ കാവൽക്കാരനായി മോദി മാറിയെന്നും ACC ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വക്താവ് സുർജേവാല കുറ്റപ്പെടുത്തി. പക്ഷെ BJP ആകട്ടെ ഇത് തള്ളിക്കൊണ്ട് രംഗത്തെത്തി. ഈ തന്റെ ഒപ്പെന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ഡയറി കുറിപ്പുകളെല്ലാം വ്യാജമാണെന്ന് യെദ്യൂരപ്പ പറഞ്ഞു. മല എലിയെ പ്രസവിച്ചതുപോലെയാണ് ആരോപണമെന്ന് നിയമമന്ത്രി രവിശങ്കർ പ്രസാദും പരിഹസിച്ചു. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJP പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ ഹവാല ഇടപാടിന്റെ തെളിവുകൾ. ശരി, സന്തോഷ് സർലിംഗ് ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ദില്ലിയിൽ നിന്ന് നൽകിയത്. ആരോപണം വ്യാജമാണെന്നും ഡയറി കുറിപ്പിലെ ഒപ്പ് തന്റേതല്ല എന്നുമാണ് യെദ്യൂരപ്പ പറയുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പലരും നിയമ നടപടികൾ നേരിടുന്ന ഘട്ടത്തിൽ BJPക്കെതിരെ നുണകളുടെ പരമ്പര തന്നെയാണ് അവർ സൃഷ്ടിക്കുന്നത് എന്നാണ് രവിശങ്കർ പ്രസാദ് കുറ്റപ്പെടുത്തിയത്. All issues raised by Congress leaders are irrelevant and false. I am discussing with our senior advocates to file a defamation case against the concerned person also. Thank you. Dhanyawad. The Congress party, whose many top leaders are on bail, are suffering various proceedings that includes from the uncles to brother-in-laws to many other family members, has now resorted to falsehood, misrepresentation and a web of lies. യെദ്യൂരപ്പ ഡയറിയിൽ പറയുന്ന കോടികളുടെ കണക്കിനെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രകാശ് കാരാട്ട് ആവശ്യപ്പെട്ടു. This needs to be seriously investigated. If it is true that these diaries of Mr. Yedyurappa have been with the income tax department all this time, because Mr. Yedyurappa was raided earlier by the agencies, we know that. So if this diary exists and what is reported in the caravan that 1800 crores were given by Mr. Yedyurappa to the party and to various leaders of the BJP, the top leaders of the BJP, this needs to be immediately investigated. Knowing that the Enforcement Directorate and the CBI today are completely under the thumb of the government, I think what would be necessary is a court supervised investigation. I think it will be necessary to see that the Supreme Court or a concerned High Court will take up the responsibility of supervising such an investigation, because we cannot leave it to the CBI and the ED at the present stage, the way they have been completely undermined. മറ്റു വാർത്തകൾ കൂടി. BJPയിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസ് എന്നത് നാണം കെട്ട കൂട്ടരായി മാറിയെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഒരു പാർട്ടി ഒന്നടങ്കം BJP ആയി നടന്നു.
ഇപ്പോൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കുറേ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഇപ്പോൾ BJP ഗവൺമെൻറ്റാണ്. എങ്ങനെയാണത് വന്നത്? അവിടങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ തന്നെ അവർ മന്ത്രിമാരടക്കം മാറി BJPയിൽ ചേർന്നു. എന്നിട്ട് കോൺഗ്രസിന്റെ മന്ത്രിസഭ അതേ ഘട്ടത്തിൽ തന്നെ മാറി BJP മന്ത്രിസഭയായി. എന്തൊരു നാണം കെട്ട കൂട്ടരാണെന്ന് നോക്കണം. BJPയെ ഭരിക്കാൻ ഒരു ഉളുപ്പുമില്ലാലോ. ചുരുക്കത്തിൽ ഒന്നേ ഉള്ളൂ, നമ്മളൊരു പ്രതിനിധിയെ തെരഞ്ഞെടുത്ത് അയച്ചു, പിന്നെ ഉറക്കില്ലാത്ത അവസ്ഥ നമുക്കുണ്ടാകരുത്. നമുക്ക് ശാന്തമായി ഉറങ്ങാൻ പറ്റണം. ഈ വോട്ട് ചെയ്ത വോട്ടർക്ക് ഞാൻ അർപ്പിച്ച വിശ്വാസം ഇയാൾ നഷ്ടപ്പെടുത്തി കളിയോ എന്ന് ചിന്തിച്ച് വിഷമിക്കാനുള്ളത്. അത്ര വിശ്വസ്തരായവരെ മാത്രമേ പാർലമെന്റിലേക്ക് അയക്കേണ്ടതുള്ളൂ. KPCC പ്രസിഡന്റിനെ വെല്ലുവിളിച്ച് കോടിയേരി. തെരഞ്ഞെടുപ്പിൽ RSS SDPI വോട്ടുകൾ വേണ്ട എന്ന് പരസ്യമായി പറയാനുള്ള ധൈര്യം മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ടോ എന്ന് കോടിയേരി ചോദിച്ചു. കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ സമീപനമാണ് BJPക്ക് ഇത്രയധികം പേരെ സംഭാവന നൽകാൻ കാരണമെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങുന്നില്ലല്ലോ. ഞങ്ങൾ സാധാരണഗതിയിൽ അഭിമന്യുവിനെ കൊന്ന SDPIക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ആ അഭിമന്യുവിനെ കൊന്ന SDPIയുമായിട്ടാണ് സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കി അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരവേല ചെയ്യുന്നത്. അഭിമന്യു അവസാനം എഴുതി വെച്ചത് വർഗീയത തുലയട്ടെ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം അഭിമന്യു ആ ചുമരിൽ എഴുതിയ മുദ്രാവാക്യമായിരിക്കും, വർഗീയത തുലയട്ടെ എന്നതായിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രചരിപ്പിക്കാൻ പോകുന്നത്. വർഗീയ ശക്തികളുടെ വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും വടകരയിൽ ഇടതുപക്ഷം തോൽപ്പിക്കുമെന്ന് P ജയരാജൻ. കോലീബി സഖ്യത്തെ തോൽപ്പിച്ച ചരിത്രം വടകരയ്ക്കുണ്ടെന്നും കോൺഗ്രസ് RMPയെ ഉപകരണമാക്കി മാറ്റുകയാണെന്നും ജയരാജൻ പ്രതികരിച്ചു. RMPയുടെ ഒരു ചെറിയൊരു സംഘടനയുണ്ട്, അതിനെ ഉപയോഗിച്ച് BJPയിലേക്കുള്ള പാലം സൃഷ്ടിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. ജനങ്ങൾ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വടകര മണ്ഡലത്തിൻ്റെ പഴയ ചരിത്രം കോലീബി സഖ്യത്തെ ദയനീയമായി പരാജയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ വിരുദ്ധ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയാലും LDF നല്ല വിജയം നേടും എന്നതാണ് ഇതേവരെയുള്ള പര്യടനത്തിൻ്റെ അനുഭവം. കോൺഗ്രസിൽ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് പ്രതികരിച്ചു. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്നതായുള്ള ആരോപണം അന്വേഷിക്കും. അങ്ങനെ യോഗം ചേർന്നതായി കണ്ടെത്തിയാൽ നടപടി കൈക്കൊള്ളുമെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ പത്രവാർത്തയാണ് ഞാൻ കണ്ടത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ഞാൻ കോഴിക്കോട്ടേക്ക് അതുമാണ്. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടികൾ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ചൂട് വർദ്ധിക്കുന്നതിനാൽ അങ്കണവാടികളുടെ പ്രവർത്തന സമയം മാറ്റാൻ ആരോഗ്യ സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി തീരുമാനത്തോടെ പ്രവർത്തന സമയം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയോ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയോ ആക്കാനാണ് നിർദ്ദേശം. CPIM അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. P ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണെന്നും അക്രമ രാഷ്ട്രീയക്കാരനല്ലെന്നും കോടിയേരി പ്രതികരിച്ചു. CPIM അക്രമ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ജയരാജൻ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ആളാണ്. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയല്ല ജയരാജൻ. അക്രമ രാഷ്ട്രീയത്തിന് ഇരയായിട്ടുള്ള ഒരാളാണ് P ജയരാജൻ. അക്രമ രാഷ്ട്രീയക്കാരനല്ല. ഒരു കേസിൽ പ്രതിയായാൽ കൊലയാളിയാകുമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, K കരുണാകരൻ കൊലക്കേസിൽ പ്രതിയായിട്ടില്ലേ? ഇപ്പോൾ ഒരു പ്രതിയായ ജയരാജൻ കൊലയാളിയാണെന്ന് വിളിക്കുന്നവർ ഓർക്കണം. ഇപ്പോൾ അവിടെ പോയിട്ട് മുരളീധരൻ പ്രസംഗിക്കുന്നുണ്ടല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ K കരുണാകരൻ. അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം കൊണ്ട് കൊലയാളിയാണ് K കരുണാകരൻ എന്ന് പറഞ്ഞാൽ കേരള സമൂഹം വിശ്വസിക്കുമോ? ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു പുതിയ പ്രതികരണം കൂടി വന്നിരിക്കുന്നു. തന്റെ നിലപാടിൽ മാറ്റമില്ല. തുഷാറിന് മത്സരിക്കണമെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഷാജഹാൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ഷാജഹാൻ, മത്സരിച്ചാൽ തോൽക്കും എന്നുകൂടി വെള്ളാപ്പള്ളി നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് ഈ പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ?
ആനന്ദ് അല്പസമയം മുൻപാണ് ചേർത്തലയിൽ ഒരു പരിപാടിക്ക് എത്തിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനമായിട്ടും ഇന്ന് ഒരു മാധ്യമത്തിൽ ചില തെറ്റായ വാർത്തകൾ വന്നു. ആ വാർത്തകളൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ്. താൻ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. SNDP യോഗത്തിൽ ആരെങ്കിലും മത്സരിച്ചാൽ അവർ ഭാരവാഹിത്വം ഒഴിഞ്ഞ് മത്സരിക്കണമെന്ന തന്റെ നിലപാടാണ്. അത് തന്റെ അഭിപ്രായമാണ്. കാരണം വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിൽ ചിലർ SNDPയിലുള്ള മറ്റു ചിലർ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചിരുന്നു. അന്ന് ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അതിനുശേഷം SNDPക്ക് വളരെയധികം മോശമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഏൽക്കേണ്ടി വന്നു. ഇത്തരം സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് SNDPയുടെ ഭാരവാഹിത്വം ഒഴിഞ്ഞുകൊണ്ട് മത്സരിക്കണമെന്ന് പറഞ്ഞത്. ആ തീരുമാനത്തിൽ തന്നെ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തുഷാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്, അല്ലാതെ തന്റെ അഭിപ്രായമല്ല. ഇത് തന്നെയായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി നേരത്തെ എടുത്ത നിലപാടും. ആ നിലപാടിൽ തന്നെ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. ശരി, ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് ഉള്ള വിശദാംശങ്ങളാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേട്ടത്. തമ്മിലടി അവസാനിക്കാതെ BJP സ്ഥാനാർത്ഥി പട്ടിക. പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുമുണ്ട്. മുരളീധര പക്ഷം കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മണ്ഡലത്തിൽ BJPക്ക് തിരിച്ചടിയാകും എന്നാണ് മുരളീധര വിഭാഗത്തിന്റെ പരാതി. പ്രധാന നേതാക്കളെ ഒഴിവാക്കി ദുർബലരെ മത്സരിപ്പിക്കുന്നതിലും BJPയിൽ കടുത്ത അമർഷമാണ്. പത്തനംതിട്ട സീറ്റ് എന്തിനൊഴിച്ചിട്ടു എന്ന ആശയക്കുഴപ്പവും അണികളുടെ ചോദ്യത്തിനും തൃപ്തികരമായൊരു വിശദീകരണം നൽകാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നതാണ് വസ്തുത. മാധ്യമങ്ങളെ കണ്ട കുമ്മനത്തിനും MT രമേശിനും ന്യായയുക്തമായ ഒരു മറുപടിയും നൽകാനായില്ല. എന്തായിരുന്നാലും ഏകണ്ഠമായി പേരുകൾ ലിസ്റ്റുകൾ എല്ലാം കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുടെ മുമ്പാകെ ഉണ്ട്. അവർ എല്ലാം പരിഗണിച്ചതിന് ശേഷം പേര് പ്രഖ്യാപിക്കും. അല്ല, എല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആണ് എല്ലാവരും ആഗ്രഹിച്ചത്. പ്രധാന ഘടകം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ മാറേണ്ടതിനെ കുറിച്ച് ഒന്നും തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള ഘടകത്തോട് പറഞ്ഞിട്ടില്ല. സീറ്റ് ഒഴിച്ചിട്ടതിൽ 3 സാധ്യതകളാണ് BJP വൃത്തങ്ങൾ നൽകുന്നത്. ശ്രീധരൻപിള്ളയും K സുരേന്ദ്രനും പത്തനംതിട്ടയ്ക്കായി ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നതിനാൽ NSS നേതൃത്വത്തിന്റെ മനസ്സറിയേണ്ടതുണ്ട്. അതിനായി വെയിറ്റ് ചെയ്യുന്നു. തൃശൂർ സീറ്റ് നൽകിയത് BDJS-നാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളിയല്ല മത്സരിക്കുന്നതെങ്കിൽ BJP സീറ്റ് പിടിച്ചെടുക്കും. K സുരേന്ദ്രൻ തൃശൂരിൽ മത്സരിക്കാനെത്തും. അതിനാൽ പത്തനംതിട്ട ഒഴിച്ചിടുന്നു. മൂന്നാമത്തെ വിശദീകരണം ഇങ്ങനെ: പ്രമുഖ കോൺഗ്രസ് നേതാവിനെ പൊതുസ്വതന്ത്രനായി പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാൻ ദേശീയ നേതൃത്വത്തിന് ആലോചനയുണ്ട്. കോൺഗ്രസ് നേതാവിന്റെ മറുപടിക്കായി BJP കാത്തിരിക്കുന്നു. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം അനന്തമായി നീളുന്നതിനെതിരെ V മുരളീധര പക്ഷം ദേശീയ നേതൃത്വത്തോട് പരാതിപ്പെട്ടിട്ടുണ്ട്. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി ആരെന്നറിയാമെന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന കാര്യത്തിൽ സംസ്ഥാന നേതൃനിര പൂർണ്ണമായും ഇരുട്ടിലാണെന്നതാണ് വസ്തുത. S ജീവൻകുമാർ, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് ശ്രീധരൻപിള്ള. പാർട്ടി പാർലമെന്ററി ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പ്രതികരിച്ചു. അതേസമയം നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക സ്വാഗതാർഹമാണെന്നും 2 മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സീനിയർ മിനിസ്റ്റേഴ്സും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡാണ് തീരുമാനമെടുക്കേണ്ടത്. പാർലമെന്ററി ബോർഡ് ആദ്യം ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ തന്നിരുന്നു. അതനുസരിച്ചിട്ട് അവരും കൂടെ ചേർത്ത് വീണ്ടും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന് പോകുന്നതാണ്. ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം അവർ അൾട്ടിമേറ്റായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. DGP ജേക്കബ് തോമസ് സ്വയം വിരമിക്കലിന് അപേക്ഷ നൽകി. ചീഫ് സെക്രട്ടറിക്കും കേന്ദ്രത്തിനുമാണ് അപേക്ഷ നൽകിയത്. കിഴക്കമ്പലം 2020 കൂട്ടായ്മയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോടിയായിട്ടാണ് തീരുമാനം. ചാലക്കുടിയിൽ മത്സരിക്കാൻ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സ്വയം വിരമിക്കൽ. 1986 ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. അദ്ദേഹത്തിന് 1 വർഷവും 2 മാസവും ഇനിയും സർവീസിൽ ശേഷിക്കുന്നുണ്ട്. സർക്കാർ വിരുദ്ധ നടപടിയെ തുടർന്ന് 2017 മുതൽ സസ്പെൻഷനിലായിരുന്നു ജേക്കബ് തോമസ്. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ നടൻ മമ്മൂട്ടിയെ കാണാൻ കൊച്ചിയിലെത്തി. ലോകമറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹം തേടിയാണ് താനെത്തിയതെന്ന് VN വാസവൻ പ്രതികരിച്ചു. സ്ഥാനാർത്ഥിക്ക് മമ്മൂട്ടി എല്ലാവിധ ആശംസകളും നേർന്നു. കൊച്ചിയിലെ വസതിയിലെത്തിയാണ് കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കണ്ടത്. തന്റെ ജന്മനാട് ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയുമായി മമ്മൂട്ടി വിശേഷങ്ങൾ പങ്കുവച്ചു. ലോകം അറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹവും ആശംസയും തേടിയാണ് താനെത്തിയെന്ന് VN വാസവൻ. അദ്ദേഹം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ ജന്മനാടും എല്ലാം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വൈക്കം അസംബ്ലി മണ്ഡലത്തിലെ ചെമ്പ് പഞ്ചായത്തിലാണ്.
ഞങ്ങൾ നാട്ടുകാരെന്ന രൂപത്തിൽ മറ്റൊരു ബന്ധം, മറ്റൊന്ന് ലോകം അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരൻ്റെ ഒരു സാമീപ്യവും അനുഗ്രഹവും ഞാൻ മനസ്സുകൊണ്ട് ധന്യനാണ്. അത് പ്രവർത്തന രംഗത്ത് ഒരു ഇന്ധനമായി തന്നെ മാറിത്തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് നല്ല സൗഹൃദമാണുള്ളതെന്ന് പറഞ്ഞ മമ്മൂട്ടി VN വാസുവിന് എല്ലാവിധ ആശംസകളും നേർന്നു. രാഷ്ട്രീയ സൗഹൃദങ്ങൾ നമുക്ക് സാമാന്യ ഒരു സാമൂഹിക ജീവിതത്തിലുള്ളപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ ഒരു അടുപ്പവും പരിചയവും സ്നേഹമുള്ളവരൊക്കെ വരും. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ആശംസകൾക്ക് വേണ്ടിയെങ്കിലും അവർ വരും. വളരെ സന്തോഷപൂർവ്വം നമ്മൾ അവരെ ആശംസിക്കുന്നു. കൊച്ചിയിലെ വീട്ടിൽ മമ്മൂക്കയോടൊപ്പം അരമണിക്കൂറിലധികം ചെലവഴിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലപ്പുറം എടപ്പാൾ വെങ്ങിണിക്കരയിലെ ക്ഷേത്രഭൂമിയിൽ നിന്ന് മരം മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ നടപടി വൈകുന്നു. ദേവസ്വം ബോർഡിന്റെയോ ക്ഷേത്ര കമ്മിറ്റിയുടെയോ അനുമതിയില്ലാതെയാണ് സംഘപരിവാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിൽ മരം കടത്താൻ ശ്രമിച്ചത്. പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തതിനാൽ ജില്ലാ പോലീസ് മേധാവിക്കും നാട്ടുകാർ പരാതി നൽകി. എടപ്പാളിന് സമീപം വെങ്ങിണിക്കരയിലെ കൊടലിൽ വിഷ്ണു ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ നിന്നാണ് മരം കടത്താൻ ശ്രമിച്ചത്. RSSന്റെ നിയന്ത്രണത്തിലാണ് ക്ഷേത്രം. 1.5 ഏക്കർ വരുന്ന ഭൂമിയിൽ നിന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെയോ ദേവസ്വം ബോർഡിന്റെയോ അനുമതിയില്ലാതെ 27 മരങ്ങൾ മുറിച്ചു കടത്താനായിരുന്നു ശ്രമം. ക്ഷേത്ര ജീവനക്കാരൻ പോലീസിലും ദേവസ്വം ഓഫീസിലും പരാതിപ്പെട്ടതോടെയാണ് മരം കൊള്ള പൊളിഞ്ഞത്. സംഭവസ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചെങ്കിലും ചങ്ങരംകുളം പോലീസ് കേസെടുത്തില്ല. തുടർന്ന് കഴിഞ്ഞ മാസം 19-ന് ജില്ലാ പോലീസ് മേധാവിക്കും നാട്ടുകാർ പരാതി നൽകി. RSS നേതാക്കൾ ഇടപെട്ട് കേസൊതുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതാണ് കേസെടുക്കാൻ വൈകുന്നതെന്നാണ് ആക്ഷേപം. ക്ഷേത്രഭൂമി കയ്യേറിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നതിനിടെ കയ്യേറ്റക്കാർക്ക് വ്യാജരേഖ നൽകിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ അന്വേഷണം നേരിടുന്നവരാണ് മരമുറിക്കു പിന്നിൽ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ന്യൂസ് ടുഡേ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.